നമസ്കാരം, നിലവാര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. ആദ്യ ദിനത്തെ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് കുട്ടികൾ പ്രതികരിച്ചു. ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷ നാളെ മുതലാണ് തുടങ്ങുക. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. വേനൽ ചൂടിനൊപ്പം മറ്റൊരു പരീക്ഷാ ചൂടുകാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ആദ്യ ദിനത്തിൽ മലയാളം പേപ്പറിലായിരുന്നു പരീക്ഷ. ജില്ലയിൽ 191 കേന്ദ്രങ്ങളിലായി 37,882 വിദ്യാർത്ഥികളാണ് SLC പരീക്ഷ എഴുതുന്നത്. രാവിലെയാണ് SLC പരീക്ഷ. ഉച്ചയ്ക്ക് ശേഷം ഹയർ സെക്കൻഡറി പരീക്ഷയാണ്. ആദ്യ ദിനത്തിൽ +1 പരീക്ഷയാണ് നടന്നത്. +2 പരീക്ഷ നാളെ മുതലാണ്. SLC പരീക്ഷ 30-നാണ് സമാപിക്കുക. നാളെ തുടങ്ങുന്ന +2 പരീക്ഷ 28-ന് അവസാനിക്കും. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ 12,373 കുട്ടികളാണ് SLC പരീക്ഷ എഴുതുന്നത്. ഇതിൽ 6,364 ആൺകുട്ടികളും 6,009 പെൺകുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട്. 55 പരീക്ഷാ സെന്ററുകളാണ് ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ ദിനത്തെ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് കുട്ടികൾ പ്രതികരിച്ചു. SLC പരീക്ഷ രാവിലെ 9:30-ന് ആരംഭിക്കും. ഏപ്രിലിൽ മൂല്യനിർണ്ണയവും മെയിൽ പരീക്ഷാഫലവും പ്രസിദ്ധീകരിക്കും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സംഘർഷം കനത്തതോടെ പ്രതിസന്ധിയിലായി രാജ്യത്തെ കയറ്റുമതി മേഖല. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പഴം, പച്ചക്കറി, മത്സ്യവിഭവങ്ങളുടെ കയറ്റുമതി എന്നിവ പൂർണ്ണമായി നിലച്ചു. കോടികളുടെ നഷ്ടമാണ് ഇതോടെ കയറ്റുമതി മേഖലയ്ക്ക് വന്നിരിക്കുന്നത്. വിമാന സർവീസുകൾ മുടങ്ങിയതോടെ വ്യോമമാർഗമുള്ള കയറ്റുമതിയും ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ കപ്പൽ വഴിയുള്ള ചരക്ക് നീക്കവും മുടങ്ങിയതാണ് പ്രതിസന്ധിയുടെ ആഘാതം കൂട്ടിയത്. റംസാൻ കാലത്ത് GCC രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി താളം തെറ്റിയതോടെ വലിയ സാമ്പത്തിക നഷ്ടത്തിലാണ് ഈ മേഖല. 150 ടൺ പഴം, പച്ചക്കറി വിഭവങ്ങളാണ് പ്രതിദിനം കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴി കയറ്റുമതി ചെയ്യുന്നത്. ഇതിന്റെ 1/3% തിരുവനന്തപുരം വിമാനത്താവളം വഴിയാണ്. ഗൾഫ് മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമായി. വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെ 1 ടൺ പോലും പിന്നീട് കയറ്റുമതി ചെയ്തിട്ടില്ല. ഗൾഫ് മേഖലയിലേക്കാണ് പ്രധാനമായും പഴം, പച്ചക്കറി വിഭവങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നത്. കർഷകർക്കും കയറ്റുമതിക്കാർക്കും സീസണായിരുന്ന റംസാൻ വിപണിയും ഇതോടുകൂടി നഷ്ടമായി. തിരുവേഗപ്പുറ ചെമ്പ്ര യുവജന വായനശാലയ്ക്ക് പുതിയ കെട്ടിടമായി. മുഹമ്മദ് മൂസിൻ MLA കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിലെ ആദ്യ ലേണിംഗ് കോൺസ്റ്റിറ്റ്യൂഷനായി പട്ടാമ്പിയെ ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് MLA ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ ചെമ്പ്ര യുവജന വായനശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പദ്ധതിയുടെ രണ്ടാം ഘട്ടമായാണ് വായനശാലകളെ സ്കിൽസ് സെന്ററുകളായി ഉയർത്തുന്ന പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൂടിയായിരുന്നു പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മൂസിൻ MLA നിർവഹിച്ചു. 22 ലക്ഷം രൂപ ചെലവഴിച്ചാണ് യുവജന വായനശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. നവീന സൗകര്യങ്ങളോട് കൂടിയ ഈ വായനശാല ഇനി വായനയുടെ കേന്ദ്രം മാത്രമല്ല, വിവിധ സ്കിൽ ട്രെയിനിങ് പരിപാടികൾക്കും സാമൂഹിക സാംസ്കാരിക ഇടപെടലുകൾക്കും വേദിയാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MLA സൂചിപ്പിച്ചു. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കണം. കാരണം വളർന്നു വരുന്ന തലമുറ അവരാണല്ലോ, അവർക്ക് മെച്ചപ്പെട്ട സൗകര്യം കൊടുക്കണം. അതുകൊണ്ട് പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും കെട്ടിടം ഉണ്ടാക്കുക എന്ന ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു. ഇപ്പോ നമ്മുടെ തിരുവേഗപ്പുറ പഞ്ചായത്തിൽ തന്നെ എല്ലാ സ്കൂളുകളിലും, നമ്മുടെ നരിപ്പറമ്പ് സ്കൂളിൽ കെട്ടിടമായി, ബസ്സായി. ജനതാ സ്കൂളിൽ 3 കെട്ടിടങ്ങൾ 8 കോടി രൂപയുടെ, ഇനിയിപ്പോ ബസ് കൂടി അവിടെ വരാൻ പോവുകയാണ്. എയ്ഡഡ് സ്കൂളുകളും, നമ്മൾ സർക്കാർ സ്കൂളുകൾ മാത്രമല്ല എയ്ഡഡ് സ്കൂളുകളും എന്തെങ്കിലും അവരെയും സഹായിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ ചെമ്പ്രയിലെ തന്നെ CUP സ്കൂളിൽ കിച്ചൺ MLA ഫണ്ടിൽ യാഥാർത്ഥ്യമാക്കി. അപ്പുറത്ത് നമ്മുടെ തിരുവേഗപ്പുറ ഈ പൈലിപ്പുറത്തെ സ്കൂളിലും കിച്ചൺ യാഥാർത്ഥ്യമാക്കി. ഇങ്ങനെ പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും കിച്ചൺ, പാർക്ക്, ബസ്, കെട്ടിടം ഇതിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ വായനശാലക്ക് പ്രയോറിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. മറ്റൊന്ന് കുടിവെള്ളത്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിരുന്നത്. എല്ലാ പഞ്ചായത്തിലും സമഗ്ര കുടിവെള്ള പദ്ധതി, ഈ പഞ്ചായത്തിലും അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ പഞ്ചായത്തിലും സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് അപ്പോഴും നമുക്ക് വായനശാലക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയോ സെക്കൻഡ് പ്രയോറിറ്റിയോ കൊടുക്കാൻ പറ്റിയില്ല. ആരോഗ്യ മേഖലയിൽ നമ്മുടെ തിരുവേഗപ്പുറയിൽ ആശുപത്രിക്കും MLA ഫണ്ടിൽ കെട്ടിടം കൊടുത്തു, നിർമ്മാണം പൂർത്തീകരിച്ചു. അതുപോലെ വാടക കെട്ടിടത്തിലുണ്ടായിരുന്ന സ്ഥലമാണ് നമ്മുടെ മുതുകല, അവിടെയും കെട്ടിടമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജമീല അധ്യക്ഷയായിരുന്നു. വായനശാല പ്രസിഡന്റ് PK സതീശൻ, പഞ്ചായത്ത് അംഗങ്ങളായ K അബ്ദുൽ ഖാദർ, TP ശ്രീജ, K പ്രമോദ്, പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി T സത്യനാഥൻ, MP വിജയൻ, M മുരളീദാസ്, CV രാമൻ, K വിശ്വനാഥൻ, V ഭാസ്കരൻ, P അപ്പു, K ഗോവിന്ദരാജൻ, VR അച്യുതൻ,
എൻ മണികണ്ഠൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തൊഴിലവകാശങ്ങൾ ഇല്ലാതാക്കുന്ന തൊഴിൽ നയങ്ങൾ തിരുത്തണമെന്ന് ജോയിന്റ് കൗൺസിൽ പാലക്കാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായാണ് ജോയിന്റ് കൗൺസിലിന്റെ പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിൽ വെച്ച് നടത്തിയത്. പട്ടാമ്പി ചിത്ര ഓട്ടോത്തിൽ വെച്ച് നടന്ന പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസ് എന്ന ആ ഒരു സംവിധാനത്തിൽ മുഴുവൻ ജീവനക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സർക്കാർ എന്ന അഭിമാന ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത്. ഈ 2026 നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ബഡ്ജറ്റിൽ ആവേശമായിരുന്നു. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് വലിയ ആവേശത്തോടു കൂടി സ്നേഹത്തോടു കൂടി സ്വീകരിച്ച ഒരു ബഡ്ജറ്റാണ് നമ്മുടെ സർക്കാർ അവതരിപ്പിച്ചത്. അതിന് തൊട്ട് മുമ്പായി നമ്മുടെ ജീവനക്കാർക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതും നമ്മുടെ സർക്കാരും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ അതിനെ നോക്കിക്കാണുന്നത് നമ്മുടെ സർക്കാരിൻ്റെ പ്രതിബദ്ധത ഏറ്റെടുത്ത കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 10 വർഷക്കാലം നാം കേരളം നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട്. ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് സർവീസ് മേഖലയിൽ നമ്മുടെ ജീവനക്കാരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ ഏറ്റവും അവസാനമായിട്ടെങ്കിലും ഈ പല കാര്യങ്ങളും നടപ്പിലാക്കി എന്നുള്ള വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ സമ്മേളനം നടക്കുന്നത്. MS അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി A അംജദ് ഖാൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CK സന്തോഷ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ MS സുഗതകുമാരി, സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ, A മുകുന്ദൻ, VC ജയപ്രകാശ്, S സ്വപ്ന, മുഹമ്മദ് ഷാഫി, ജയചന്ദ്രൻ, R മനോജ് കുമാർ, NN പ്രജിത, അനിൽകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സർവീസ് നിന്ന് വിരമിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം CA ഇജുവിന് യാത്രയപ്പും നൽകി. തൊഴിൽ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന തൊഴിൽ നയങ്ങൾ തിരുത്തണമെന്ന് ജോയിന്റ് കൗൺസിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. M അംജദ് ഖാനാണ് ജില്ലാ പ്രസിഡന്റ്. MS അനിൽകുമാറാണ് ജില്ലാ സെക്രട്ടറി. PK സന്തോഷിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ചാലിശ്ശേരി CSI ദേവാലയത്തിന് സമീപം റോഡ് അപകടങ്ങൾ നിത്യസംഭവമാകുന്നു. പാലക്കപ്പടി ബസ് സ്റ്റോപ്പിലെ റോഡിന്റെ വളവാണ് അപകടങ്ങൾ പെരുകുന്നതിന് കാരണമായി നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കഴിഞ്ഞ മാസം സ്കൂട്ടർ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിഞ്ഞും അപകടം സംഭവിച്ചിരുന്നു. ജനുവരിയിൽ സരസ്സുമേള കഴിഞ്ഞ് മടങ്ങവേ സമാനമായ അപകടങ്ങൾ ഇവിടെയുണ്ടായി. ചാലിശ്ശേരി സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും പള്ളിയിലെത്തുന്നവരും നിരവധി വാഹനങ്ങളും കടന്നുപോകുന്ന റോഡിൽ വേണ്ടത്ര സുരക്ഷാ മുന്നറിയിപ്പുകൾ ഇല്ലാത്തതാണ് വളവിലെ അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം. വാഹനങ്ങളുടെ അമിത വേഗവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കല്ലുംപുറം ഭാഗത്തു നിന്നും പ്രധാന പാതയിലേക്ക് പ്രവേശിക്കുന്നിടത്ത് കോൺവെക്സ് മിററും പ്രധാന പാതയിൽ സ്പീഡ് ബ്രേക്കറും വേണ്ടത്ര അപകട സൂചനാ ബോർഡുകളും കാനയ്ക്ക് മുകളിൽ സ്ലാബ് എന്നിവ സ്ഥാപിച്ചാൽ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദൂരക്കാഴ്ച മറയ്ക്കുന്ന ഇത്തരം വളവുകളിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി അധികൃതർ നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാന സർക്കാർ 1 കിലോ നെല്ലിന് സംഭരണ വിലയ്ക്ക് പുറമെ നൽകുന്ന 7 രൂപ അധിക ബോണസ് നിർത്തലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് കേരളത്തിലെ നെൽകൃഷിയെയും നെൽ കർഷകരെയും ഗുരുതരമായി ബാധിക്കുന്ന ഈ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ കൂറ്റനാട്ട് SBIയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി AR മുരളി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് PK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം A കൃഷ്ണകുമാർ, ഏരിയ ട്രഷറർ KA ഷംസു, VP രാജൻ എന്നിവർ സംസാരിച്ചു. വിളയൂർ കളരി ഭഗവതി ക്ഷേത്ര പുരസ്കാരത്തിന് നെടുങ്ങോട്ടൂർ സ്വദേശിനിയും നൃത്ത അധ്യാപികയുമായ ബിന്ദു കലാക്ഷേത്ര അർഹയായി. മാർച്ച് 25-ന് പുരസ്കാരം സമ്മാനിക്കും. വിളയൂർ കളരി ബോധി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളരി ബോധി പുരസ്കാരത്തിനും കൊച്ചുണ്ണി പെരുമ്പ്രമായർ കേശവാർഡിനുമാണ് നെടുങ്ങോട്ടൂർ സ്വദേശിയും നൃത്ത അധ്യാപികയുമായ ഈ ബിന്ദു അർഹതയായിരിക്കുന്നത്. ക്ഷേത്ര ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി മാർച്ച് 25-ന് പുരസ്കാരം സമ്മാനിക്കും. ഉത്സവാഘോഷ ചടങ്ങിൽ മുഹമ്മദ് മോസിൻ MLA ആണ് പുരസ്കാരം സമ്മാനിക്കുക. ക്ഷേത്രകലങ്ങളിൽ പ്രാവീണ്യമുള്ള തട്ടകവാസികൾക്കാണ് അവാർഡ് നൽകി വരുന്നത്. മാർച്ച് 25 മുതൽ ഏപ്രിൽ 1 വരെയാണ് ക്ഷേത്രത്തിലെ ഉത്സവം. ചാലിശ്ശേരി കൗക്കോട് ശ്രീ കുളത്താണി വിഷ്ണു ശാസ്താ ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. രാവിലെ 4-ന് നട തുറന്നു. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി മംഗലത്ത് നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 3-ന് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പിൽ ഗജവീരൻ വടക്കുന്നാഥൻ ശിവൻ തിടമ്പേറ്റി. പൂരാഘോഷത്തിന് കുളത്താണി ദേവസ്വം പ്രസിഡന്റ് K ശങ്കരൻ നായർ, സെക്രട്ടറി K രവീന്ദ്രൻ, ട്രഷറർ ഗോവിന്ദൻ നായർ എന്നിവരടങ്ങുന്ന ദേവസ്വം കമ്മിറ്റി നേതൃത്വം നൽകി.
ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.